മന്ത്രി കെ വി ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള കുടുംബ തർക്കങ്ങൾ നാടകീയമായ ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം ഉണ്ടാക്കുന്ന തരത്തിലാണ് ബിന്ദു മേനോൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ അതിൽ നിന്നും ബിന്ദു മേനോൻ പിൻവാങ്ങിയതോടെയാണ് ഗണേഷിന്റെ രാജിയിലേക്ക് വരെ നീങ്ങിയ സംഭവങ്ങൾ അവസാനം കുറിക്കുന്നത്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ ബിന്ദു മേനോനെ വിളിച്ചു വരുത്തി മന്ത്രി ക്ഷമാപണം നടത്തുകയുണ്ടായി. ഭാര്യയുമായുള്ള പ്രശ്നം പുറത്തു വന്നതോടെ ഗണേഷ് കുമാർ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഘടകകക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും ഇത് അതീവ ഗുരുതര പ്രശ്നം എന്നാണ് വിലയിരുത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ഇപ്പോൾ പറയുന്നത്. ഗണേഷ് ഇന്നലെ സഹോദരിയെ വിളിച്ചതായും ഇന്ന് തന്നെയും വിളിച്ചെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. മന്ത്രി ക്ഷമാപണം നടത്തി. തനിക്ക് പരാതിയില്ല എന്നാണ് ബിന്ദു മേനോൻ പറയുന്നത്. ഗണേഷിനെ ഇട്ടെറിഞ്ഞു പോകാൻ ഇല്ലെന്നും അത്രമേൽ താൻ ഇഷ്ടപ്പെടുന്നെന്നും കൂടെ ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി വാളകത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപാണ് ഗണേഷ് ഭാര്യയെ വിളിച്ച് ഈ ക്ഷമാപണം നടത്തിയത്. അതിനെ തുടർന്നാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് അടുത്തത്. ഏതാനും ദിവസങ്ങളായി സൈബർ ഇടങ്ങളിൽ നിലനിന്നിരുന്ന ആക്ഷേപങ്ങളിൽ വിശദീകരണവുമായി ഇന്നലെയാണ് മന്ത്രി രംഗത്ത് വന്നത്. തനിക്ക് പ്രണയമുണ്ടെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്ക് 5000 പ്രണയമുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നും ബിന്ദു മേനോൻ പറയുന്നു. എന്നാൽ ആ ഫോൺ കോളിൽ തന്നോട് സംസാരിച്ച് മാപ്പ് പറഞ്ഞതായും താൻ കാത്തിരുന്നത് ആ ഒരു ഫോൺ കോളിനാണെന്നും അദ്ദേഹം വൈകാരികമായിട്ടാണ് സംസാരിച്ചതെന്നും കൂടെ ബിന്ദു പറയുന്നു. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണമെന്ന് പറയുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇത്രയും വഷളായ ഇത്രയും തറപ്രവർത്തി കാണിച്ച മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇവൻ ശുംഭനോ ശുനകനോ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കുറെ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വഷളായ പ്രവൃത്തി കാണിച്ച ഒരു മന്ത്രി വേറെ ഉണ്ടായിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു. 5000 പേരെ പ്രണയിക്കുന്നു എന്ന് തലയിൽ ആൾതാമസമുള്ള ഒരാൾ പറയുമോ? അങ്ങനെ അല്ലാത്തവർ പൊട്ടന്മാരും ഷണ്ടന്മാരും ആണെന്നാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ സർക്കാരിനുണ്ടായ വലിയ അപജയമായി പോയി ഈ സംഭവം. വാദി പിൻവലിച്ചു എന്നതുകൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം എന്നാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടത്. വെള്ളാപ്പള്ളിക്ക് ഗണേശനെ വിമർശിക്കാം. കാരണം ഇത്തരം കേസുകളിലൊന്നും പെടാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി. മന്ത്രി എന്ന നിലയിൽ തീർച്ചയായും ഗണേഷ് കുമാർ ഇത്തരം ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാൾ സമൂഹത്തിലും ജീവിതത്തിലും മാന്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം തന്നെ നിരവധി പെണ്ണുകേസുകളിൽ പ്രതിയായ, നിർബന്ധിച്ച് അബോർഷൻ നടത്താൻ ശ്രമിച്ച 1, 2, 3 ബലാത്സംഗ കേസുകളുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീലമ്പടൻ വരെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാഹുലിനെതിരെ അയാൾ ഉപദ്രവിച്ച സ്ത്രീകളാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഗണേഷിന്റെ അവിഹിത ബന്ധമാണ് ഭാര്യ കൈയോടെ പിടിച്ചത്. കുടുംബ വിഷയം പോലെയല്ല ക്രിമിനൽ കേസുകൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി കൈയൊഴിഞ്ഞിട്ടും സജീവമായി രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ക്രിക്കറ്റിൽ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോഴും ഇപ്പോൾ ഗണേഷ് വിഷയത്തിലും എല്ലാം ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എന്നാൽ ആ പോസ്റ്റുകളെക്കാൾ ഏറെ അതിലെ കമന്റുകളാണ് ഗംഭീരമായി വരുന്നത്. ഇന്ത്യ കളിച്ച് ലോകകപ്പ് നേടിയപ്പോൾ നീ കളിച്ച് ലോകകപ്പ് അല്ലേടാ നേടിയതെന്നും ഇന്ത്യ ട്രോഫി എടുത്തു, നീ നിനക്ക് കരുതിയിരുന്ന ട്രോഫികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് കമന്റുകൾ.